എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 25-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ഭൂയോപ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർനമത്യഭവയേ കാരുണ്യഭാരാകുല ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമധാ സ്തോത്രൈരഥോദ്ഗായതസ്തസ്യാകാമധിയോപി തേനിധവരം ലോകായ ചാനുഗ്രഹം. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ഭൂയ അപി, പിന്നെയും സ്തുതിക്കപ്പെട്ടിട്ടും, അക്ഷതരോഷധാംനി ഭവതി, അടങ്ങാത്ത കടുത്ത കോപത്തോടെ നിൽക്കുന്ന അങ്ങയുടെ, ബ്രഹ്മാജ്ഞയാ, ബ്രഹ്മാവിൻ്റെ ആജ്ഞ അനുസരിച്ച്, ബാലകേ, ബാലകനായ, പ്രഹ്ലാദേ, പ്രഹ്ലാദൻ, പതയോ നമതി, പാദങ്ങളിൽ നമസ്കരിച്ചു. എങ്ങനെ? അഭഭയേ, പേടികൂടാതെ, കാരുണ്യഭാരാകുല, കാരുണ്യപരവശനായി. എങ്ങനെയുള്ള? ഭാര, കനപ്പെട്ട, അതായത് ഒരു പേടിയും കൂടാതെ സ്തോത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് നമസ്കരിച്ച ആ ബാലനിൽ കാരുണ്യം തോന്നി ഭഗവാന്. അപ്പോൾ ശാന്തനായി എന്നാ പറയണേ. ശാന്താത്വം, ശാന്തനായി അങ്ങ്, കരം അസ്യ മൂർധ്നി സമധാ, കൈവച്ച് അനുഗ്രഹിച്ചു. എങ്ങനെ? പ്രഹ്ലാദൻ്റെ നെറുകയിൽ. അപ്പോഴോ? അപ്പോൾ പ്രഹ്ലാദൻ എന്താ ചെയ്തുകൊണ്ടിരുന്നേ? സ്തോത്രൈ അധ ഉദ്ഗായത, സ്തോത്രൈ, സ്തോത്രങ്ങളാൽ, അധ എന്നാൽ എന്നിട്ട് അല്ലെങ്കിൽ പിന്നീട്, ഉദ്ഗായത, പാടി വാഴ്ത്തിക്കൊണ്ടിരുന്നു. ആരെ? ഭഗവാനെ. തസ്യ അകാമധിയ അപി വരം തേനിധ, തസ്യ, അവന്, അകാമധിയ, ആഗ്രഹമില്ലാതിരുന്നിട്ടും, അപി വരം തേനിധ, വരമരുളി, അതായത് വരം കൊടുത്തു. എന്തിന്? ലോകായ അനുഗ്രഹം ച, ഈ ലോകത്തിനും അനുഗ്രഹം കൊടുത്തു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? വീണ്ടും, അതായത് ഇത്രയൊക്കെ സ്തുതികൾ ദേവന്മാരുടെ ഇടയിൽ നിന്നും വന്നിട്ടും കോപം മുഴുവൻ ക്ഷയിക്കാതിരിക്കെ പേടിയില്ലാത്തവനും ബാലകനുമായ പ്രഹ്ലാദൻ ബ്രഹ്മാവിൻ്റെ വാക്കുകൾ അനുസരിച്ച് അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഉടനെ പ്രശാന്തനായിത്തീർന്ന അങ്ങ് ദയാപരവശനായി അവൻ്റെ ശിരസിൽ കൈവച്ചനുഗ്രഹിച്ചു. പിന്നീട് സ്തോത്രങ്ങളാൽ ഉദ്ഗാനം ചെയ്യുന്ന അവന് ആഗ്രഹമില്ലാതിരുന്നിട്ടുകൂടി അങ്ങ് ലോകാനുഗ്രഹാർത്ഥം വരം കൊടുത്തു. ഹരേ കൃഷ്ണ.